നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കിയിൽ കുടുംബ വഴക്കിനിടെ ഭർത്താവ് തീകൊളുത്തിയ ഭാര്യ മരിച്ചു. മാങ്കുളം താളുക്കണ്ടം ട്രൈബൽ സെറ്റിൽമെന്റിലെ മിനിയാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. സംഭവത്തിൽ ഭർത്താവ് രഘു തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാർ പോലീസാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ചയോടെയായിരുന്നു രഘു മിനിയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്. 90% മിനിക്ക് പൊള്ളലേറ്റത്. മിനി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അതിദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇനി മറ്റു ചില വാർത്തകൾ കൂടി നമുക്കൊന്ന് നോക്കാം. പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികന് ദാരുണാന്ത്യം. മകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെരുമ്പുഴ തലപ്പറമ്പ് ജംഗ്ഷന് സമീപമാണ് അപകടം സംഭവിച്ചത്. 72 വയസ്സുള്ള ഗോപാലകൃഷ്ണപിള്ളയാണ് മരിച്ചത്. വീടിന് സമീപത്തെ പറമ്പിൽ പുല്ല് ശേഖരിക്കുകയായിരുന്നു അദ്ദേഹം. പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ അറിയാതെ പിടിച്ചു. ഒപ്പമുണ്ടായിരുന്ന മകൾ അശ്വതിയുടെ കൈക്കും പൊള്ളലേറ്റു. അശ്വതിയുടെ നിലവിളി കേട്ടാണ് ആ സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തിയത്. അവർ കമ്പി തട്ടി മാറ്റുകയുണ്ടായി. സമീപവാസിയായ ആംബുലൻസ് ഡ്രൈവർ അരുൺ പ്രഥമ ശുശ്രൂഷ നൽകി. ശേഷം പെരുമ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഗുരുതരമായി പരിക്കേറ്റ അശ്വതിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മഴയിൽ തലപ്പറമ്പ് റോഡിൽ മരം വീണ് 3 വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിരുന്നു. മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഈ കനത്ത മഴയിലും കാറ്റിലും ഒരുപാട് പോസ്റ്റുകൾ മറിഞ്ഞു വീഴുന്നു, മരങ്ങൾ മറിഞ്ഞു വീഴുന്നു, മരത്തിൻ്റെ ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നു. അങ്ങനെ വൈദ്യുതി തടസ്സമുണ്ടാകുന്നു. അത്തരത്തിലൊരു പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരുന്നത്. സമീപത്തെ വീടുകൾക്ക് താൽക്കാലികമായി വൈദ്യുതി നൽകിയില്ലെങ്കിലും ഒടിഞ്ഞ പോസ്റ്റുകളും കമ്പികളും മാറ്റിയിരുന്നില്ല ഇവിടുത്തെ സംഭവത്തിൽ. ഈ കനത്ത മഴയിൽ തലപ്പറമ്പ് റോഡിൽ മരം വീണ് 3 വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണപ്പോൾ സമീപത്തെ വീടുകൾക്ക് താൽക്കാലികമായി വൈദ്യുതി നൽകി. പക്ഷെ ഒടിഞ്ഞ പോസ്റ്റുകളും കമ്പികളും മാറ്റിയിരുന്നില്ല. വൈദ്യുതി വിതരണം തുടങ്ങിയപ്പോൾ പൊട്ടിക്കിടന്ന കമ്പികളിൽ കൂടി വൈദ്യുതി പ്രവഹിച്ചതാകാം അപകട കാരണമായി എന്നതാണ് കരുതുന്നത്. എന്തായാലും മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. മറ്റൊരു സംഭവം നോക്കാം. രാജസ്ഥാനിൽ നിന്നുള്ളൊരു സംഭവമാണ്. രാജസ്ഥാനിലെ ബാരൻ ജില്ലയിൽ 4 വയസ്സുള്ള മകളെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം അലമാരയിൽ ഒളിപ്പിച്ചു വെച്ചു. സംഭവത്തിൽ യുവതിയും യുവതിയുടെ പങ്കാളിയും അറസ്റ്റിലായി. മകളുടെ മൃതദേഹവുമായി 300 കിലോമീറ്ററോളമാണ് രണ്ടുപേരും യാത്ര ചെയ്തത്. ശേഷം കുടുംബ വീട്ടിലെ അലമാരയിൽ മൃതദേഹം ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. റോഷൻ ബായിയും പങ്കാളി മഹാവീർ ബർവയുമാണ് ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം നടത്തിയതിന് അറസ്റ്റിലായിരിക്കുന്നത്. ജയ്പൂരിലെ വീട്ടിൽ വെച്ച് റോഷൻ ബായിയും മഹാവീർ ബർവയുമായി വഴക്കിട്ടു. ഇത് പിന്നീട് മകൾ ഇഷികയുടെ കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹവുമായി റോഷൻ ബായിയും മഹാവീർ ബർവയും 300 കിലോമീറ്റർ യാത്ര ചെയ്ത് മഹാവീറിന്റെ കുടുംബ വീട്ടിലെത്തി. പെൺകുട്ടിയുടെ മൃതദേഹം ഒരു ദുപ്പട്ട കൊണ്ട് കെട്ടി പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ടായിരുന്നു ഇവർ അലമാരയിൽ വെച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അലമാരയിൽ നിന്നും ദുർഗന്ധം വന്നു. ഇതോടെ മഹാവീർ ബർവയുടെ പിതാവ് അലമാര തുറന്നു. അപ്പോൾ അലമാരയിൽ നിന്നും രക്തമൊഴുകുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. റോഷൻ ബായിയുടെയും മുൻ ഭർത്താവ് രവീന്ദർ ബൈർവയുടെയും മകളാണ് മരിച്ച ഇഷികയെന്ന് അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് രാജേഷ് ചൗധരി വ്യക്തമാക്കി. കഴിഞ്ഞ 7 മാസമായി ഇഷിക റോഷൻ ബായിക്കും മഹാവീറിനുമൊപ്പമാണ് താമസിച്ചിരുന്നത്. മഹാവീർ അറസ്റ്റിലായി. പക്ഷേ റോഷൻ ബായിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കൊലപാതകം, മോഷണം, ആക്രമണം തുടങ്ങി 15 ഗുരുതരമായ കേസുകൾ മഹാവീറിന്റെ പേരിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന നടുക്കുന്ന വിവരങ്ങൾ. 2022 ഒരു കർഷകരെ കൊലപ്പെടുത്തിയ കേസിൽ ജയിൽ ശിക്ഷ നേരിട്ട മഹാവീർ 1 വർഷം മുൻപ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം. നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ചതാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന 60-കാരിയായ സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. വാളയാർ അട്ടപ്പള്ളത്ത് സഹോദരിമാർ പീഡനത്തിനിരയായി മരിച്ച കേസിലെ 5ാം പ്രതിയായ അട്ടപ്പള്ളം പാമ്പാമ്പള്ളം കല്ലങ്കാട് സ്വദേശി അരുൺ പ്രസാദാണ് അറസ്റ്റിലായത്. 24 വയസ്സുകാരനാണ്. വാളയാർ കേസിൽ ജുവനൈൽ കോടതിയിൽ വിചാരണ നേരിടുന്ന ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ബലാത്സംഗ ശ്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, വീട്ടിൽ അതിക്രമിച്ച് കയറൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. വാളയാർ ഇൻസ്പെക്ടർ NS രാജീവിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വാളയാർ കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘം ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്തത് അരുൺ പ്രസാദിനെയായിരുന്നു. സംഭവം നടക്കുമ്പോൾ പ്രായപൂർത്തിയാവാത്തതിനാൽ ജുവനൈൽ കോടതിയിലായിരുന്നു കേസ്. CBIയുടെ 2ാമത്തെ അന്വേഷണ സംഘം വാളയാർ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പക്ഷേ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരുന്നു. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. കുടുംബ വഴക്കിനെ തുടർന്ന് മദ്യലഹരിയിൽ ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ഇയാൾ അറസ്റ്റിൽ. ഭാര്യയുടെ നില അതീവ ഗുരുതരം. മാങ്കുളം താളുക്കണ്ടം ട്രൈബൽ സെറ്റിൽമെന്റിൽ പുത്തംപുരയ്ക്കൽ വീട്ടിൽ രഘു തങ്കച്ചനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ ഭാര്യ മിനി ഗുരുതരമായി പൊള്ളലേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മക്കളില്ലാത്തതിനാൽ ദമ്പതികൾ മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. വെള്ളിയാഴ്ച രാത്രി 9-ന് മദ്യലഹരിയിലെത്തിയ രഘു ഭാര്യയുമായി വഴക്കുണ്ടാക്കി. വീട്ടിൽ നിന്ന് മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് തീ കൊളുത്തി. ഇവരുടെ ബഹളം കേട്ട്
ഓടിയെത്തിയ നാട്ടുകാർ തീ അണച്ച ശേഷം ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. ഇവർക്ക് 90% പൊള്ളലേറ്റതായി പോലീസ് പറഞ്ഞു. അടിമാലി കോടതിയിലെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മൂന്നാർ SHO രാജൻ കെ അരമന, SI ബിനു ആൻഡ്രൂസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ദേവികുളം കോടതി പ്രതിയെ റിമാൻഡും ചെയ്തിരുന്നു. അതേസമയം കേരളശ്ശേരി കുണ്ടളശ്ശേരിയിൽ നിന്ന് 1 കിലോഗ്രാം മെത്താഫെറ്റനുമായി അറസ്റ്റിലായിരിക്കുകയാണ് രണ്ടുപേർ. സരിത അതുപോലെ തന്നെ സുനിൽ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ കേറ്ററിംഗ് മറയാക്കി 1.5 വർഷമായി ലഹരി മരുന്നിന്റെ മൊത്തക്കച്ചവടം നടത്തിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഇരുവരും ഒരുമിച്ച് +2 പഠിച്ചവരാണ്. യുവതിയുടെ ഭർത്താവ് വിദേശത്താണ്. യുവാവ് അവിവാഹിതനാണ്. GST ഇല്ലാതെ വില കുറച്ച് സ്വർണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് തന്നെ ബംഗളൂരിൽ കൊണ്ടുപോയതാണ് സുഹൃത്ത് എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. പക്ഷേ കിട്ടിയ തെളിവുകളിൽ നിന്ന് ഇരുവരും ഒരുമിച്ച് ലഹരി കച്ചവടം നടത്തുന്നതായി പോലീസിന് മനസ്സിലാകുകയും ചെയ്തു. ഇരുവരെയും കോടതി റിമാൻഡും ചെയ്തു. സുനിൽ ബോക്സിംഗ് കുംഫു താരമാണ്. MCOM പൂർത്തിയാക്കിയ വ്യക്തിയാണ്. മാത്രമല്ല കുണ്ടളശ്ശേരിയിൽ വാടക കെട്ടിടത്തിൽ നടത്തുന്ന കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലാണ് ഇരുവരും ലഹരി കച്ചവടം നടത്തിയിരുന്നത്. മറ്റൊരു സംഭവം കൂടി നോക്കാം. കഴിഞ്ഞ ദിവസമുണ്ടായ വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്. മലപ്പുറം താനാളൂരിൽ കപ്പ് കേക്ക് തൊണ്ടയിൽ കുടുങ്ങി സ്ത്രീ മരിച്ചു. താനാളൂർ സ്വദേശി സൈനബയാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം ചായക്കൊപ്പമായിരുന്നു സൈനബ കപ്പ് കേക്ക് കഴിച്ചത്. ഉടനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പക്ഷേ വെള്ളിയാഴ്ചയോടെ മരണം സംഭവിച്ചു. ശനിയാഴ്ച സൈനബയുടെ മകൾ ഗൈറുന്നീസയുടെ വിവാഹം നടക്കാനിരിക്കെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ വെള്ളിയാഴ്ച തന്നെ മകളുടെ നിക്കാഹ് ചടങ്ങ് മാത്രം നടത്തി മറ്റു വിവാഹ ചടങ്ങുകൾ മാറ്റിവെച്ചു. വേറൊരു വാർത്ത കൂടി നോക്കാം. ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ തേടിയെത്തിയ 17-കാരിയെ അക്രമികളുടെ പക്കൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ചത് സമീപവാസിയുടെ അവസരോചിതമായ ഇടപെടൽ. തിരുവണ്ണാമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് ആൺ സുഹൃത്തിനെ കാണാനെത്തിയ പെൺകുട്ടിയാണ് സമീപവാസി വിവരം അറിയിച്ചതിന് പിന്നാലെ പോലീസ് എത്തി രക്ഷപ്പെടുത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ആൺ സുഹൃത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പെൺകുട്ടി ചെന്നൈയിലെത്തിയത്. എന്നാൽ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിയെ കാണാൻ യുവാവ് വന്നില്ല. ഇതിനിടയിൽ തനിച്ചു നിൽക്കുന്ന യുവതിയെ പരിചയപ്പെടാൻ 3 യുവാക്കളെത്തി. തങ്ങൾ സഹായിക്കാമെന്ന് പറയുകയും ഇത് കുട്ടി വിശ്വസിക്കുകയും ചെയ്തു. ഇവർ പെൺകുട്ടിയെയും കൂട്ടി ബ്രോഡ്വേക്ക് സമീപത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് പോയി. എന്നാൽ പെൺകുട്ടിയുമായി ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് പോകുന്നത് കണ്ട് ദുരൂഹത തോന്നിയ സമീപവാസി പോലീസിനോട് വിവരം പറഞ്ഞു. പിന്നാലെ പോലീസ് എത്തി പെൺകുട്ടിയെ അക്രമികളിൽ നിന്നും അതിസാഹസികമായി രക്ഷപ്പെടുത്തി. പെൺകുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് വിവരം അറിയിച്ചു. പെൺകുട്ടിയോട് ചെന്നൈയിലെത്താൻ ആവശ്യപ്പെട്ട യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി കുറ്റകൃത്യങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പറ്റിപ്പുകളുടെയും കൊലപാതകങ്ങളുടെയും അതുപോലെ തന്നെ ഓരോ അപകട മരണങ്ങളുടെയും വിവരങ്ങളാണ് ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.